കാക്കനാട് DLF ഫ്ളാറ്റിൽ ഛർദിയും വയറിളക്കവുമായി 300-ലധികം പേർ ചികിത്സ തേടി. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികൾക്കും രോഗബാധയുണ്ട്. പരിശോധനയിൽ ഫ്ളാറ്റിലെ വെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി, ടാങ്കർ വെള്ളം, കിണർ എന്നീ 3 സ്രോതസ്സുകളിൽ നിന്നാണ് ഫ്ളാറ്റിലേക്ക് വെള്ളം എത്തുന്നത്. ഫ്ളാറ്റിൽ ഇന്ന് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് നടത്തും. തൃക്കാക്കര MLA ഉമാ തോമസും തൃക്കാക്കര നഗരസഭാ കൗൺസിലർമാരും ഇന്ന് ഫ്ളാറ്റ് സന്ദർശിക്കും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും വ്യാപനം തടയാൻ നടപടികൾ സ്വീകരിച്ചുമെന്നും ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചു. ഇന്നലെ DMO ഇവിടെ വന്നിരുന്നു. DMOയും ഇതിൻ്റെ എക്സ്പേർട്സും വന്നിരുന്നു. അവർ പറഞ്ഞ ഒരു പ്രധാന സ്റ്റേറ്റ്മെൻറ്റ്, ഈ പറയുന്ന അസുഖങ്ങൾ ഇപ്പോൾ ഇവിടെ കാണിക്കപ്പെടുന്ന അസുഖങ്ങളുടെ കാരണം ഈക്കോളിയോ കോളിഫോമോ ആണോ എന്ന് കൺഫേം ചെയ്തിട്ടില്ല. എറ്റിയോളജിക്കൽ അനാലിസിസ് കഴിഞ്ഞാലേ അത് വാട്ട് ഈസ് എറ്റിയോളജിക്കൽ അനാലിസിസ്, ആ ഡിസീസിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ള അനാലിസിസ് ആണ്. ഷീ മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് after that analysis only we can confirm what is the real cause of the diseases that are spread here. It could be viral, it could be due to bacteria. റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല എന്നൊന്നും. അല്ല, അത് ഒരു ഫോറത്തിലും ജനങ്ങളെ അറിയിച്ചിട്ടില്ല. പിന്നെ അതാ 29 കൊടുത്തതായിട്ട് റിപ്പോർട്ടുണ്ട്. അല്ല, അത് അവർ അതിനുള്ള ട്രൈ ചെയ്തു എന്നാണ് പറയുന്നത്. അവരതിനനുസരിച്ച് ട്രൈ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ സിറ്റുവേഷൻ അത് കുറഞ്ഞിട്ടില്ല. ജനങ്ങളാരും റിപ്പോർട്ട് കണ്ടിട്ടില്ല. അവരതിന് റിപ്പോർട്ട് കിട്ടിയെന്ന് സമ്മതിക്കുന്നുണ്ട്. റിപ്പോർട്ടിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. സിറ്റുവേഷൻ കണ്ടിന്യൂസ്. അതാണ് സ്ഥിതി. അല്ല, അവരതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവാം. അത് പരിഹരിച്ചിട്ടില്ല. ആ സിറ്റുവേഷൻ അതേമാതിരി കണ്ടിന്യൂ ആണ്. പരിഹരിച്ചിട്ടില്ല. പക്ഷെ അത് ചെയ്തോ ചെയ്തില്ല എന്നുള്ളത് ചെയ്തോ എന്ന് പറയുന്നു. അത് ഫലപ്രദമായില്ല. എത്ര ആളുകൾ എന്തായാലും എബവ് 500 ഉണ്ട്. കണക്ക് പ്രകാരം ഇന്നത്തെ കണക്ക് നോക്കാൻ തന്നെ എബവ് 500 ഉണ്ട്. ഓരോ അപ്പാർട്ട്മെന്റ്, ഓരോ ബ്ലോക്കിലും 35-40 അപ്പാർട്ട്മെന്റ് അഫക്റ്റഡാണ്. അതിൽ കുട്ടികളുണ്ടാവും, പാരൻസ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എൻ്റെ പേര് ഹരീഷ്, ഞാൻ അഡ്വക്കേറ്റാണ്, ഹൈക്കോടതി. വിനീത VG ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. വിനീത, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അഭിഭാഷകനായ ഹരീഷാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ആ ഫ്ളാറ്റിലെ ഒരു താമസക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഹരീഷ് പറയുന്നത്? തീർച്ചയായും ഗോപി, അദ്ദേഹം ഈ ഫ്ളാറ്റിലെ താമസക്കാരനാണ്. 6 വർഷമായി അദ്ദേഹം ഇവിടെയാണ് താമസിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നേരത്തെ തന്നെ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ, അതായത് മെയ് മാസത്തിലൊക്കെ സമാനമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അന്ന് അനുഭവപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ ഈക്കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം വെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് അത് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു നടപടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും അധികം ആളുകൾക്ക് ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ അദ്ദേഹം പറയുന്നതനുസരിച്ച് 500-ലധികം ആളുകൾക്ക് ഈ വയറിളക്കവും ഛർദിയും ഒക്കെയായി അവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതേസമയം കഴിഞ്ഞ സമയം നമ്മളോട് അസോസിയേഷൻ പ്രസിഡന്റ് ഒക്കെ പ്രതികരിച്ചത് ഇതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അസോസിയേഷന്റെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ളത്. ആളുകളുടെ ആരോഗ്യനിലയൊക്കെ തന്നെ തൃപ്തികരമാണ്. ഈ ഈക്കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം അത് ഒരു വ്യക്തി നടത്തിയ പരിശോധനയിൽ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റുള്ള ആളുകൾക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണം അത് ഈക്കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഇതിന് പിന്നിൽ നടന്നത്, ഈ ആളുകൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണമെന്നുള്ളതിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ ഫ്ളാറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 3 സോഴ്സിൽ നിന്നുള്ള വെള്ളമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതിൽ ഈ കിണറിൽ നിന്നുള്ള വെള്ളമുണ്ട്, ഒപ്പം തന്നെ ടാങ്കറുകളിൽ എത്തിക്കുന്ന വെള്ളമുണ്ട്, നഗരസഭയുടെ വെള്ളം, ഇങ്ങനെ 3 സോഴ്സിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഈക്കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അതിന്റെ ഒരു സോഴ്സ്, അത് ഏത് വെള്ളത്തിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ആരോഗ്യവകുപ്പിലെ നഗരസഭയിലേക്ക് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അഭിഭാഷകനായ ഹരീഷ് പറയുന്നത് അവിടെ ഏതാണ്ട് 500-ലധികം പേർ അഫക്റ്റഡ് ആയിരിക്കും, അവർക്ക് രോഗബാധ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന്. ഇപ്പോൾ ഒരു ബ്ലോക്കിൽ തന്നെ ഒരുപാട് കുടുംബങ്ങൾ, അതിൽ ഓരോ കുടുംബത്തിലും 4-5 പേരുണ്ട്, കുട്ടികളടക്കം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 500-ലധികം പേർക്ക് ഒരുപോലെ രോഗബാധ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണല്ലോ അഭിഭാഷകനായ ഹരീഷ്, അവിടുത്തെ താമസക്കാരൻ, പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്നു. അതിന്റെ വിവരം എന്താണ്? തീർച്ചയായും ഗോപി, അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ്ട് 500-ലധികം ആളുകൾക്ക് അത് ബാധിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ 500-ലധികം ആളുകൾക്ക് രോഗബാധ ഉണ്ടായെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ മെയ് മാസത്തിൽ തന്നെ ഇത്തരത്തിലേക്കൊരു പരിശോധനാ ഫലം വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ശരിയാണ്.
ഞങ്ങൾ തന്നെ ഈ പരിശോധന ഫലം ഞങ്ങൾ തന്നെ അറിയണം ഇന്നലെയും മിഞ്ഞാന്നുമായിട്ടാണ് 2 ദിവസം ആയിട്ടുള്ളൂ ഞങ്ങൾ തന്നെ അത് കണ്ടിട്ടുള്ളത്. അത് അസോസിയേഷന് ആ ഡയറക്റ്റ് ആയിട്ടുള്ള വെണ്ടർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്. അത് ഞങ്ങളിപ്പം 2 ദിവസം ഈ പ്രശ്നങ്ങൾ തുടങ്ങി ഗ്രൂപ്പുകളിൽ ചർച്ച തുടങ്ങിയപ്പോഴാണ് അത് പുറത്ത് വന്നത്. അപ്പോൾ അതിൽ ഈക്വാളി പ്രസൻസ് വളരെ വ്യക്തമായി കാണിക്കുന്നത്. അത് ഏത് വെള്ളത്തിലാണെന്നുള്ളത് ഇപ്പോഴും ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞു. പ്രധാനമായും 3 സോഴ്സിൽ നിന്നുള്ള വെള്ളമാണ്. സോഴ്സാണ്. ഒന്ന് ടാങ്കർ വാട്ടറാണ്, പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിലെ വെള്ളം, പിന്നെ കിണറിലെ വെള്ളം. അതിൽ ഏതെന്നാണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. അത് ചെയ്തിട്ടില്ല. അതിനൊന്നും കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. പ്രായമായവരും കുഞ്ഞുങ്ങളും അടക്കമുള്ളവരുണ്ട്. എഫക്റ്റഡ് പ്രായമായിട്ടുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ളത്. നല്ലോണം കുട്ടികളൊക്കെ നല്ലോണം എഫക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അല്ല, ഇപ്പോൾ ഓരോരുത്തരുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിലെ സ്ഥിതി പറയുകയാണെങ്കിൽ എൻ്റെ 2 മക്കളും ഒറ്റ കിടപ്പ് തന്നെയാണ്. 2 പേർക്ക് എഫക്റ്റഡ് ആണ്. വൈഫിനാണ് ആദ്യം വന്നത്, അവർ മാറിപ്പോൾ മക്കൾക്കായി. അപ്പോൾ നമ്മളിപ്പോൾ ചൂടുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചൂടുവെള്ളമാണ് ഉപയോഗിക്കണം, കുടിക്കുന്നതൊക്കെ. പക്ഷെ അത് എങ്ങനെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം മുൻ പ്രസിഡന്റ് ആയിരുന്നു എന്ന് തോന്നുന്നു അസോസിയേഷന്റെ. ഗോപി, അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് 500-ലധികം ആളുകൾക്ക്, അദ്ദേഹത്തിന്റെ കണക്കാണ്, 500-ലധികം ആളുകൾക്ക് അത് ബാധിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമായും 3 ഈ സോഴ്സിൽ നിന്നുള്ള വെള്ളമാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായും ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ഏത് വെള്ളത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഇനിയും അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് ഹരീഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം വിനീത, ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സംബന്ധിച്ച കാര്യങ്ങൾ ഒരു റിപ്പോർട്ട് കിട്ടിയിരുന്നു. അതിൽ അവർ നടപടിയെടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ആ നടപടി ഫലപ്രദമായിട്ടില്ല എന്ന് തോന്നുന്നു എന്നാണ് അഡ്വക്കേറ്റ് ഹരീഷ് പറയുന്നത്. അതായത് നേരത്തെ തന്നെ ഈ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയും എന്നാൽ നടപടി വേണ്ട രീതിയിൽ ഉണ്ടായില്ല. അതാണ് ഈ കൂട്ട രോഗബാധയ്ക്ക് കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഗോപി. കാരണം അദ്ദേഹം പറയുന്നത് മെയ് മാസത്തിൽ തന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സമാന രീതിയിലേക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടായതിനെ തുടർന്നാണ് അന്ന് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഈ കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ആ റിപ്പോർട്ടിന് മേൽ വേണ്ട രീതിയിലുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് അങ്ങനെ കൃത്യമായിട്ടുള്ള പരിശോധനകളും മറ്റും നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയും അധികം ആളുകൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് തടയാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ സൂചിപ്പിച്ചതുപോലെ ഒരു ഫ്ളാറ്റിൽ 2-3 ആളുകൾക്ക് ഈ വയറിളക്കവും ഛർദിയും ഒക്കെ ആയവർ ആശുപത്രിയിൽ പോയ സാഹചര്യമുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന കണക്കനുസരിച്ച് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിനു മുൻപ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.